ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പെരുന്നാൾ സ്പെഷ്യൽ ആയിട്ട് ഒരു ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു ബീഫ് ബിരിയാണിയാണ് ഇന്നത്തെ റെസിപ്പി. അപ്പൊ നമുക്ക് നേരെ വീഡിയോ കാണാം. ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ സവോളയൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ തന്നെ വറുത്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലിലോ വെളിച്ചെണ്ണയിലോ അങ്ങനെ എന്തോ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. കനം കുറച്ച് വേണം അരിഞ്ഞെടുക്കാനായിട്ട്. സവോളയും നട്ട്സും ഒക്കെ വറുത്തെടുത്ത് വെച്ചിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാൻ. കരിഞ്ഞു പോവല്ലേ, ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്ന സമയത്ത് ഇങ്ങനെ എടുക്കണം. ഇപ്പം ഇത് മതി, എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. വറുത്തെടുക്കുന്ന സവോള ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുക്കണേ, അല്ലാതെ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടിയിടല്ല, ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാനായിട്ട് പോവാണ്. കാഷ്യൂ നട്ട്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്. ഇനി വറുത്തെടുക്കാൻ പോകുന്നത് ഉണക്കമുന്തിരിയാണ്. ഉണക്കമുന്തിരി അങ്ങോട്ട് ഇടുന്ന ഉടനെ തന്നെ വീർത്ത് വരും. അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കോരി എടുത്തോണം. ഇനി നമ്മളിവിടെ അരി വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. അതിനുവേണ്ടി ഞാനിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ സ്പൈസസ് എല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ബേ ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കഷ്ണം കറുവാപ്പട്ട ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. 4-5 ഗ്രാമ്പൂ, 4-5 ഏലക്ക, അതുപോലെ 1-1.5 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. ബീഫ് ബിരിയാണി ആയതുകൊണ്ട് കുരുമുളക് കുറച്ച് കിടക്കുന്നതാണ് ടേസ്റ്റ്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കുരുമുളകിൻ്റെ എണ്ണം കൂട്ടിയോ കുറച്ചോ ഒക്കെ ഇടാവേ. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഇനി ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ 4 കപ്പ് ബസ്മതി റൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് വെള്ളം വാർന്നു പോകാനായിട്ട് എടുത്തു വെക്കണം. എന്നിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമ റൈസ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം എല്ലാവർക്കും കൈമ റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതായിരിക്കത്തില്ല ഇഷ്ടം. ഇവിടെ ഈ ബസ്മതി റൈസ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ബസ്മതി എടുത്തേക്കുന്നത്. കൈമ റൈസ് എടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് വെള്ളമാണ് 1 കപ്പ് അരിക്ക് വേണ്ടത്. ഞാനിവിടെ ചെയ്യുന്നത് കുറച്ച് വെള്ളം അധികമായിട്ട് എടുത്തിട്ട് അരി വെന്ത് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളം ഊറ്റിക്കളയാനായിട്ടാണ് പോകുന്നത്. നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഈ രീതിയിൽ അങ്ങ് ചെയ്യുന്നതാണ് ഏറ്റവും സേഫ്. അരി അപ്പോൾ ഒന്നും വെന്തൊന്നും പോകത്തില്ല. ഒരു 90% ഒക്കെ അരി വേവാവുന്ന സമയത്തേക്ക് വെള്ളം അങ്ങ് ഊറ്റിക്കളഞ്ഞേച്ചാൽ മതി. ബാക്കിയുള്ള വേവ് നമ്മൾ ദം ഇടുന്ന സമയത്ത് ആയിക്കോളും. അപ്പോൾ ഇതിന്ന് അടച്ചു വെച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ റൈസൊക്കെ ഒന്ന് നന്നായിട്ടായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു 90% വെന്തിട്ടുണ്ട്. ഇത്രയും മതി. കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ദം ഇടുന്ന സമയത്തും കൂടെ ആകുമ്പോഴത്തേക്ക് ആകെ അങ്ങ് കുഴഞ്ഞു പോകും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഇതിലെ വെള്ളം എല്ലാം കൂടെ ഊറ്റി കളഞ്ഞിട്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് വെള്ളം മുഴുവനായിട്ട് വാർന്നു പോകാനായിട്ട് വെക്കണം. ഇനി ഈ ബീഫ് ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവാണ്. ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ബീഫിൽ മസാല ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഇത് ഒരു വലിയ കുടം വെളുത്തുള്ളി ഉണ്ട്. ഞാൻ ഈ ചൈനീസ് വെളുത്തുള്ളി എടുത്തേക്കുന്നത്. നിങ്ങൾ നാട്ടിലെ ആ വെളുത്തുള്ളി എടുക്കുന്നതെങ്കിൽ ഒരു 1.5 കുടമെങ്കിലും വെളുത്തുള്ളി എടുക്കണേ. ബീഫ് ആയതുകൊണ്ട് നന്നായിട്ട് വെളുത്തുള്ളി വേണം. പിന്നെ ഇഞ്ചി ഇത്രയും കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാനിവിടെ 15 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളക് കൂട്ടിയോ കുറച്ചോ ഒക്കെ 1-2 ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് അരയ്ക്കൊന്നും വേണ്ട, ഒന്ന് അത്യാവശ്യം ഒന്ന് ചതയുന്ന പരുവത്തിലാക്കി എടുത്താൽ മതിയേ. അപ്പോൾ ഇത് ആദ്യം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 2 ടീസ്പൂണ് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കി നമ്മൾ മസാല ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാനാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ബീഫ് ആയതുകൊണ്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പുതിനയിലയും 1 ടേബിൾ സ്പൂണിൻ്റെ അടുക്കൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇപ്പം നമ്മളിത് മിക്സ് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവാണ്. ബീഫിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്. ആ വെള്ളം ഇറങ്ങിയിട്ട് ഇത് വെന്തോളും. എങ്കിലും ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുള്ളൂ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം അടച്ചു വെച്ചിട്ട് വേവിക്കാം. നമുക്ക് കിട്ടുന്ന ബീഫിൻ്റെ അനുസരിച്ച് വേവിൽ വ്യത്യാസമുണ്ട്. ഇനി ഇതൊരു 5 വിസിൽ വരുന്നിടം വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിൽ കൊടുക്കണം. ബാക്കി വിസിൽ തീ കുറച്ച് വെച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അത്രയും കൊണ്ട് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഈ ബീഫ് നന്നായിട്ട് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ഇത് കുറച്ച് വെള്ളം നിൽപ്പുണ്ട്. നമ്മളൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടാണല്ലോ ഇത് വേവിച്ചത്. അപ്പോൾ ആ വെള്ളം കളയരുത്. ഇതിങ്ങനെ അങ്ങ് വറ്റിച്ചെടുക്കാം. നമ്മൾ ഈ വെള്ളത്തോട് മസാലയിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ബിരിയാണി ഭയങ്കരമായിട്ട് ഒത്തിരി അങ്ങ് വെള്ളം ഉള്ളതുപോലെ ആയിപ്പോവും. അത് കൊള്ളത്തില്ല. അപ്പോൾ ഈ ബീഫ് വെച്ച് തന്നെ നമ്മൾ ഈ വെള്ളം മൊത്തം വറ്റിച്ച് കളയണം. ഈ ഗ്രേവി അങ്ങ് കളയൊന്നും ചെയ്യരുത്. അപ്പോൾ ഈ ബീഫ് ഇരുന്ന് നന്നായിട്ടൊന്ന് വറ്റിയൊക്കെ വരട്ടെ. ഇപ്പോൾ ഈ ബീഫ് വെള്ളമൊക്കെ വറ്റിയിട്ട് നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കാൻ പോവാണ്. ഞാനിവിടെ ഈ തവിക്ക് ഒരു 1.5 തവി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മുമ്പ് സവോള വറുത്ത എണ്ണയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഈ കൂട്ടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 വലിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് സവോള ഒന്ന് വഴണ്ട് വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മുമ്പേ അരച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ബാക്കിയുള്ളത് മൊത്തം ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂണ് ഇതിനു മുമ്പേ നമ്മൾ ആ ബീഫ് വേവിച്ച സമയത്ത് ചേർത്തിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോള ഒന്ന് വാടി വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. കളറൊന്നും മാറുന്ന ആ ഒരു പരുവത്തിലോട്ട് വരണ്ട. അതിന് മുമ്പ് വരെ ഒന്ന് വഴറ്റിയെടുത്ത് വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് 2 വലിയ തക്കാളിക്കയാണ്. നന്നായിട്ട് പഴുത്ത തക്കാളിക്ക കിട്ടുവാണെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണേ. തക്കാളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളിക്കയും കൂടെ ഒന്ന് വെന്ത് വരാനായിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. തക്കാളി എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കഷ്ണങ്ങൾ ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ ഈ തവി കൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഉടച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് അധികം പൊടികളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. ആകെ ഗരം മസാല മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ബാക്കി ചേർക്കാനുള്ള മസാലപ്പൊടികളെല്ലാം നമ്മൾ ബീഫ് വേവിച്ച സമയത്ത് ഇട്ടിട്ടുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളെല്ലാവരും പല രീതിയിലാണ് ഗരം മസാല ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. എന്നിട്ട് കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണേ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചുള്ള മസാല ഉണ്ടോയെന്ന് ഒന്ന് ചെക്ക് ചെയ്തേക്കുക. എന്നിട്ടേ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവൂ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ചെടുത്തപ്പോഴത്തെ ആ ഗ്രേവിയും എണ്ണയും എല്ലാം ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി ബീഫും കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 മുറി നാരങ്ങയുടെ നീരൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പകുതി നാരങ്ങയുടെ നീര് മതിയേ. ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ്. 2-3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ കൂട്ടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരു ലേശം കൂടെ വേണം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയിൽ നിന്ന് 1 കൈപ്പിടി സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കൈപ്പിടി മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ കൈപ്പിടി പുതിനയിലയും കൂടെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇനി ഇതൊരു 5-6 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. ഈ മസാലയൊക്കെ ബീഫിലേക്കൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു ചെറിയ തീയിൽ ഇതുപോലെ ഇരിക്കട്ടെ. അതിനുശേഷം തുറക്കാം. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. ബീഫും മസാലയും കൂടെ എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വെള്ളത്തിൻ്റെ അംശം കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ബിരിയാണിയിലേക്ക് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ബിരിയാണിയിൽ കുറച്ച് വെള്ളം കൂടിയ പോലെ തോന്നും. അങ്ങനെ ഉണ്ടാവില്ല. അപ്പം ഈ സമയത്ത് വെള്ളം വല്ലതും നിങ്ങൾക്ക് കൂടുതൽ തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് അതങ്ങ് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇത് മതി. നമ്മുടെ മസാല എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ദം ചെയ്തെടുക്കുന്ന പരിപാടിയും കൂടെ ഉള്ളൂ.
അപ്പോൾ ഈ പാത്രത്തിൽ ദം ചെയ്യാനായിട്ട് പറ്റത്തില്ല, റൈസ് കുറച്ച് കൂടുതലുണ്ട്. ആദ്യം തന്നെ ഈ ബീഫ് എല്ലാം കൂടെ വേറൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം ദം ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി ദം ചെയ്യാനുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ബിരിയാണി ദം ഇടാനായിട്ട് ബീഫ് മൊത്തം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് നമ്മൾ 2 ലെയറായിട്ടാണ് ഇടുന്നത്. അപ്പം ആദ്യം പകുതി റൈസ് ഇപ്പോൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാനായിട്ട് പോവാണ്. ഒരു 2 ടീസ്പൂൺ നെയ്യാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു നുള്ള് ഗരം മസാല ഇതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതി ഇട്ടാൽ മതി, ബാക്കി അടുത്ത ലെയർ ഇടുമ്പോൾ ഇട്ട് കൊടുക്കാവേ. നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ മുകളിലിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ലേശം പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി റൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ ലെയറിൽ ചെയ്ത പോലെ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. സവോള, ഉണക്കമുന്തിരിയും കാഷ്യൂ നട്ടും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം ദം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിത് സ്റ്റൗവിൻ്റെ മേളിലാണ് വെച്ചേക്കുന്നത്, പക്ഷെ തീ കത്തിച്ചിട്ടില്ല. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. ഏറ്റവും കുറഞ്ഞ ഫ്ലെയിമിൽ വേണം ദം ചെയ്യാനായിട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ ഈ മസാല എല്ലാം കൂടെ അടിക്ക് പിടിച്ചിട്ട് കരിഞ്ഞു പോവും. ദം ചെയ്യുന്നതിനായിട്ട് ഞാൻ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അലൂമിനിയം ഫോയിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ ഒട്ടും ആവി പുറത്തേക്ക് പോകാത്ത നല്ല ടൈറ്റായിട്ടുള്ള അടപ്പ് ഉപയോഗിച്ച് അടച്ചാൽ മതി. ഈ ലിഡൂടെ വെച്ചിട്ട് നല്ല ടൈറ്റായിട്ട് അടച്ചു കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ അലൂമിനിയം ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ലിഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഹോള് ഒരു ടിഷ്യൂ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തേക്കണേ. ഇനി ഇത് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. തീ കൂട്ടി വെക്കല്ലേ, കൂട്ടി വെച്ചാൽ മസാല കരിഞ്ഞു പോകും. ഇതൊരു 15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് വിളമ്പാം. ഇപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റുള്ള ബീഫ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ പെരുന്നാളിനൊക്കെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്